അതും കൂടി കേട്ടപ്പോൾ കിങ്ങിണി കാറ്റുപോയ ബലൂൺ പോലെയായി. നിനക്ക് അയാളെ ഇഷ്ടമാണ്, സമ്മതിച്ചു. പക്ഷെ അയാൾക്ക് നിന്നെ ഇഷ്ടമായിരിക്കുമോ? നിന്നെ പുള്ളി കണ്ടിട്ട് പോലും കാണില്ല. നീ നോക്കിക്കോ, +2 കഴിഞ്ഞ് ഞാൻ കൊച്ചിക്ക് പോകും. ചേട്ടനെ ഞാൻ വീഴ്ത്തും. അച്ഛൻ അങ്ങോട്ട് ട്രാൻസ്ഫർ ഉണ്ടാവും ഉടനെ. അതിന് ആ ചേട്ടൻ തിരുവനന്തപുരത്തല്ലേ? അല്ലടി, അവർ ഇന്ന് വീടി മാറിപ്പോവും. അമ്മ പറഞ്ഞായിരുന്നു. കൊച്ചിയിലാണ് അവരുടെ ബിസിനസ് കൂടുതലും, അതുകൊണ്ട് അങ്ങോട്ടേക്ക് മാറുക. നിൻ്റെ അമ്മയ്ക്ക് എങ്ങനെയാണ് അവരെ പരിചയം? എന്തോ അകന്ന ബന്ധവാ. ചിലപ്പോൾ അങ്ങനെ വകയും നിൻ്റെ മാമൻ വല്ലതും ആയിരിക്കും. ഒന്ന് പോകുരുപ്പേ, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അന്നേരമാ. നടക്കട്ടെ, നിനക്ക് കാണാൻ കൊള്ളാവുന്ന ഏത് ചക്കരെ കണ്ടാലും ഉള്ളതല്ലേ ഇത്. ഞാൻ നിന്നെ പോലെ സത്യസാവിത്രി ഒന്നുമല്ല മോളെ. ഡി, ഫാത്തിമയുടെ കല്യാണത്തിന് പോകണ്ടേ? പോകണം. ഇക്കാക്ക വരാമെന്ന് പറഞ്ഞിരുന്നു കല്യാണത്തിന് 2 ആഴ്ച മുമ്പ്. എന്നെ അമ്മ വിടില്ല. അമ്മ വീട്ടിൽ ഉത്സവം നടക്കുന്നത് കൊണ്ട്. നമ്മുടെ ഫൈനൽ എക്സാം കഴിഞ്ഞിട്ടല്ലേ കല്യാണം, അതുകൊണ്ടൊരു സമാധാനമുണ്ട്. കിങ്ങിണി മോളെ, വാ ഇങ്ങോട്ട്. ചെറിയമ്മ വിളിച്ചപ്പോൾ അവർ രണ്ടാളും അമ്പലത്തിലേക്ക് നടന്നു. കളപ്പം ചാർത്ത് നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെ നോക്കി കിങ്ങിണി പറഞ്ഞു, ദേ, ആ ചേട്ടനെ അവൾക്ക് ഇഷ്ടമായി. ഇനി മേലിൽ ആ പുള്ളി എൻ്റെ ഓർമ്മയിൽ പോലും കൊണ്ടുവന്ന് പോകരുത്, കേട്ടല്ലോ. പഠിക്കുന്ന പിള്ളേരെ വഴിതെറ്റിക്കാൻ ഓരോ വേണ്ടാത്ത ചിന്തകൾ മനസ്സിൽ കുത്തിക്കയറ്റിക്കോളും. കണ്ണനോട് പരിഭവത്തോടെ അതും പറഞ്ഞ് അവൾ നടന്നകലുമ്പോൾ കുസൃതി ചിരിയോടെ കണ്ണൻ അവളെ നോക്കി നിന്നു. ജീവൻ രക്ഷിച്ച ആളോടുള്ള ആരാധനയോ ഒരൊറ്റ കാഴ്ചയിൽ അടർന്നു വീണത് പ്രണയമോ അറിയില്ല കിങ്ങിണിക്ക്. ചിന്തകളും വിചാരങ്ങളും പൂക്കുന്ന മധുര 17 കാലം, മനസ്സിൽ വിരിയുന്ന 1000 സ്വപ്നങ്ങളെ സ്വന്തമാക്കാൻ തോന്നുന്ന കാലം, സ്വപ്നങ്ങൾക്ക് നിറം കൂടുന്ന കാലം, എന്തിനേയും സ്വന്തമാക്കാൻ മോഹിക്കുന്ന കാലം. ഒരു പരിധിവരെ എല്ലാ പെൺകുട്ടികൾക്കും തോന്നുന്നൊരു വികാരം. ചിലപ്പോൾ വെറും ആകർഷണമാവും. അതിനെ മിക്ക പെൺകുട്ടികളും പ്രണയമായി കരുതും. അത് അങ്ങനൊരു കാലം തന്നെയാണ്. അമ്പലത്തിൽ നിന്ന് തിരികെ എത്തിയ കിങ്ങിണി മുറിയിൽ പോയി ആ കോട്ടെടുത്തു. അലമാരിയിൽ ആരും പെട്ടെന്ന് കാണാത്തൊരു സ്ഥലത്ത് എടുത്തു വെച്ചു. കിങ്ങിണി, നിനക്കൊന്നുമില്ല. ഏതോ ഒരു ചേട്ടൻ നിന്നെ സഹായിച്ചു. അതിൽ കൂടുതൽ ഒരു കുന്തവും നിനക്കില്ല, കേട്ടല്ലോ. ഇനി ആ ചേട്ടനെക്കുറിച്ച് അറിയാതെ പോലും ഓർക്കരുത്. ഇത് പഠിക്കേണ്ട സമയമാണ്. പോയിരുന്ന് പഠിക്കടി ഉണ്ടക്കണ്ണി. അവൾ കണ്ട ചെക്കന്മാരെക്കുറിച്ച് ആലോചിച്ച് നടക്കുന്നു. കണ്ണാടിക്ക് മുൻപിൽ നിന്ന് തന്നോട് തന്നെ ഇത് പറയുമ്പോൾ അവൾ പഴയ കിങ്ങിണിക്കുട്ടിയായി മാറുകയായിരുന്നു. കിങ്ങിണി പുസ്തകം എടുത്തു വെച്ച് പഠിക്കാൻ തുടങ്ങി. അത് ഏകദേശം 12 മണി വരെ നീളും. കാരണം ആൾക്കുടനെ എക്സാം തുടങ്ങും. അതുകൊണ്ട് ഇതൊക്കെയാണെങ്കിലും നമ്മുടെ കിങ്ങിണി രാവിലെ എഴുന്നേൽക്കില്ല. നല്ല മടിച്ചിയാണ് ആ ഒരു കാര്യത്തിൽ. കിങ്ങിണിക്കുട്ടി പഠിക്കട്ടെ, നമുക്കൊന്ന് അപ്പുറം വരെ പോയിട്ട് വരാം. ചന്ദ്ര, നാളെ നമുക്ക് തൃപ്പങ്കോട്ട് വരെ ഒന്ന് പോകണം. എന്താ ഏട്ടാ വിശേഷിച്ച്? നീ രാവിലെ പറഞ്ഞതുപോലെ കിങ്ങിണിയുടെ ജാതകം ഒന്ന് കൊണ്ടുപോയി നോക്കണം. പ്രായമാവുമല്ലേ, എന്തെങ്കിലും ദോഷമോ മറ്റോ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യണം. ശരി ഏട്ടാ, നമുക്ക് രാവിലെ തന്നെ പോവാം. എങ്കിൽ നീ പോയി കിടന്നു. ചന്ദ്രൻ ഉറങ്ങാൻ വേണ്ടി മുറിയിലേക്ക് പോയി. കൃഷ്ണപ്രസാദ് ഉമ്മറത്തെ ചാരുകസേരയിൽ പോയിരുന്നു. തലയ്ക്ക് കയ്യും കൊടുത്ത് അദ്ദേഹം മെല്ലെ കണ്ണുകളടച്ച് ചാഞ്ഞിരുന്നു. കിങ്ങിണിയുടെ അച്ഛ, ലളിതയുടെ വിളി കേട്ട് അദ്ദേഹം കണ്ണു തുറന്നു. എന്താ ലളിതേ, സമയം ഒരുപാടായി, കിടക്കുന്നില്ലേ? കുറച്ച് കഴിയട്ടെ. മോള് കിടന്നോ? പഠിക്കുക. എന്തോ മനസ്സിനാകെ ഒരു സ്വസ്ഥതക്കുറവ്. അരുതാത്തതെന്തോ നടക്കാൻ പോകുന്ന പോലെ ഒരു ചിന്ത. ഒന്നുമില്ല, തോന്നലാവും. മോളെക്കുറിച്ചുള്ള ആദിയും പിന്നെ ഇന്നലത്തെ അപകടവും അതൊക്കെയാവും. ആയിരിക്കും. നീ പോയി കിടന്നോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് കിടന്നോളാം. കിങ്ങിണിയുടെ അമ്മ അകത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞ് കൃഷ്ണപ്രസാദ് കിങ്ങിണിയുടെ മുറിയിലേക്ക് പോയി. അച്ഛൻ്റെ കുട്ടി പഠിച്ചു കഴിഞ്ഞോ? കിങ്ങിണിയുടെ മുറിയിലേക്ക് വന്ന അച്ഛൻ ചോദിച്ചു. കഴിഞ്ഞു അച്ഛാ, ഞാൻ ഉറങ്ങാൻ പോവായിരുന്നു. അച്ഛൻ കട്ടിൽ വന്നിരുന്ന് അവളുടെ നെറ്റിയിൽ തലോടി. മോൾക്ക് ഉറക്കം വരുന്നുണ്ടോ? ഇല്ല അച്ഛാ. മോള് കിടന്നോ, അച്ഛൻ മോൾക്ക് കഥ പറഞ്ഞു തരാം. അവളെ കട്ടിലിൽ കിടത്തി അച്ഛൻ അവൾക്ക് കഥ പറഞ്ഞു കൊടുത്തു. ഇടയ്ക്ക് എപ്പോഴോ അവൾ ഉറങ്ങി. കിങ്ങിണിയെ നല്ലപോലെ പുതപ്പിച്ചിട്ട് അച്ഛൻ അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചു. ഈശ്വര, എൻ്റെ കണ്ണടയും വരെ എൻ്റെ മോളുടെ കണ്ണീർ കാണുന്ന രീതിയിൽ ഒന്നും അവളുടെ ജീവിതത്തിൽ സംഭവിക്കരുതേ. കണ്ണുകൾ തുടച്ച് അദ്ദേഹം എഴുന്നേറ്റു. ലാലെ, നീ എന്നാടാ ഫൈസലിൻ്റെ വീട്ടിൽ പോകുന്നേ? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വിദ്യ ചോദിച്ചു. 2 ആഴ്ച കഴിഞ്ഞ ഏട്ടത്തി. കല്യാണം അടുത്ത മാസമല്ലേ, പിന്നെന്തിനാ ഇത്രയും നേരത്തെ പോകുന്നേ? അച്ഛൻ ചോദിച്ചു. ന്യൂസിൽ നിന്ന് വന്നിട്ട് അവൻ്റെ അടുത്ത് മാത്രമേ ഞാൻ പോകാത്തേ ഉള്ളൂ. ഒരുവിധം ഫ്രണ്ട്സിനെ എല്ലാം എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും വെച്ചൊക്കെ കാണും. അവനെ മാത്രം കണ്ടിട്ട് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ
ഞാൻ അങ്ങോട്ടൊന്നും ചെല്ലുന്നില്ല എന്ന് പറഞ്ഞ് അവൻ എപ്പോഴും പരാതിയാണ്. ഒന്നിച്ച് ഒരു റൂമിൽ കഴിഞ്ഞതിൻ്റെ സ്നേഹം പോലും എനിക്കില്ല എന്ന് അവൻ പറയാറുണ്ട്. അവൻ്റെ പരാതിയൊന്നും തീർക്കാൻ വേണ്ടിയാണ് നേരത്തെ പോകാമെന്ന് വെച്ചത്. ഇങ്ങനെ കൂട്ടുകാരുടെയും അവരുടെ പെങ്ങന്മാരുടെയും കല്യാണം കൂടി നടന്നു. സ്വന്തം കല്യാണക്കാരി മാത്രം അവനോട് പറയാൻ പറ്റില്ല. അമ്മ പരിഭവം പറഞ്ഞു. എന്തിനാ അമ്മ വെറുതെ ഒരു പെണ്ണിൻ്റെ കണ്ണീര് കാണുന്നത്? ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചു പൊക്കോട്ടെ. അല്ലേലും കല്യാണക്കാര്യം പറയുമ്പോൾ എപ്പോഴും അവനുള്ളതാ ഈ ഒഴിഞ്ഞുമാറ്റം. നരയൻ പറഞ്ഞു. ഇത് വലിയ ശല്യമായല്ലോ. ദേഷ്യം വന്നപ്പോൾ കഴിച്ചത് പാതിക്ക് നിർത്തി അവൻ എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി. ഇവനെ കൊണ്ട് തോറ്റു പോവും. മനസ്സിലായല്ലോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ലാന്ന് പറയും. എന്നാൽ കെട്ടാൻ പറഞ്ഞാലോ? ഇതാ അവസ്ഥ. പോട്ടെ, നിങ്ങൾ ഇനി ഈ കാര്യം അവനോട് പറയണ്ട, അമ്മ പറഞ്ഞു. ആരും പിന്നെ ഒന്നും പറഞ്ഞില്ല. എല്ലാവരോടും കല്ലുതുള്ളി നിഹാൽ പോയത് മുറിയിലേക്കായിരുന്നു. അവൻ മുറിയിൽ നിന്ന് പുറത്തേക്കുള്ള ബാൽക്കണിയുടെ വാതിൽ തുറന്നു. അവിടെ ഇട്ടിരുന്ന കസേരയിൽ പോയിരുന്നു. തണുത്ത കാറ്റ് അവനെ തഴുകിപ്പോയിക്കൊണ്ടിരുന്നു. ആ കാറ്റിൽ നിറയെ കുടമുല്ലപ്പൂക്കളുടെ ഗന്ധം നിറഞ്ഞു നിന്നു. ബാൽക്കണിയുടെ ഇരുവശത്തുമായി അവൻ മുല്ലച്ചെടി വളർത്തിയിരുന്നു. അവ പടർന്ന് പന്തലിച്ചു കിടന്നു. മോനെ, അച്ഛൻ്റെ വിളി കേട്ട് അവൻ മുറിയിലേക്ക് കയറി. എന്താ അച്ഛാ? നീ എന്താ ഒറ്റയ്ക്ക് എവിടെ പോയിരുന്നേ? ഒന്നുമില്ല, ഞാൻ വെറുതെ. അവൻ മുഴുവനാക്കിയില്ല. നിന്നോട് ഞാൻ ഒരു സീരിയസ് ആയി കാര്യം ചോദിച്ചോട്ടെ? എന്താ അച്ഛാ? നീ ഇപ്പോഴും ആ പെണ്ണിന് വേണ്ടി കാത്തിരിക്കുകയാണോ? കാവേരിക്ക് വേണ്ടി? അവൻ ഒന്നും മിണ്ടിയില്ല. കോളേജ് കാലത്തെ ഒരു അട്രാക്ഷൻ അത്രയേ ഉള്ളൂ എന്നല്ലേ നീ അന്ന് എന്നോട് പറഞ്ഞത്? ആ കുട്ടി ഇപ്പം നാടും വീടും എല്ലാം വിട്ട് എവിടെയാണെന്ന് പോലും അറിയില്ലല്ലോ. പിന്നെന്തിനാ ഇങ്ങനെ ആ കുട്ടിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്? അച്ഛൻ, എനിക്കറിയാം നിൻ്റെ അവസ്ഥ. ആ കുട്ടിയെ നീ ഇത്രയും നാൾ അന്വേഷിച്ച് നടന്നില്ലേ? എന്നിട്ട് കണ്ടുപിടിച്ചോ? ഇല്ല. എനിക്ക് നീ പറയുന്നത് മനസ്സിലാവും. കാരണം അച്ഛന് നിൻ്റെ പ്രശ്നം നന്നായി അറിയാം. പക്ഷേ ഏട്ടന്മാർക്കും അമ്മയ്ക്കും അറിയില്ലല്ലോ. പിന്നെ മക്കൾ പ്രായമായിട്ടും ഒരു ജീവിതമാകാതെ നിൽക്കുന്നത് എല്ലാ മാതാപിതാക്കൾക്കും സങ്കടം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതേ അമ്മയും പറഞ്ഞോളൂ. നീയൊന്നും മനസ്സിൽ വെക്കണ്ട. അത്രയും പറഞ്ഞ് അച്ഛൻ എഴുന്നേറ്റു. അപ്പോഴാണ് കട്ടിലിൽ കിടന്ന മാല കണ്ടത്. അദ്ദേഹം അത് കൈകൊണ്ടെടുത്തപ്പോൾ നിഹാൽ ഒന്ന് പരങ്ങി. ഇതാരുടെയാ? അത് അവളുടെയാ. ചാഞ്ചലിയുടെ മാല കാവേരിയുടേതാണെന്ന് നിഹാൽ കള്ളം പറഞ്ഞു. അച്ഛൻ ആ മാല അവൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും നിഹാൽ അച്ഛനെ വിളിച്ചു. അച്ഛാ. എന്താടാ? എനിക്ക് സമ്മതമാണ് കല്യാണത്തിന്. ആരെയാണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചോ. ഞാനായിട്ട് ഇനി ആരെയും വേദനിപ്പിക്കില്ല. പക്ഷേ ഒരു കണ്ടീഷൻ. എന്താ? പെണ്ണ് കാണാനും കണ്ടു നടക്കാനും നിശ്ചയത്തിനും ഒന്നും എനിക്ക് വയ്യ. ഡയറക്റ്റ് കല്യാണം മതി. അതെവിടുത്തെ ഏർപ്പാടാണ്ടാ? പെണ്ണ് കാണുക പോലും ചെയ്യാതെ. പണ്ട് കാർന്നോർമാർ ഇങ്ങനെയൊക്കെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്? എനിക്കങ്ങനെ മതി, അല്ലെങ്കിൽ വേണ്ട. അച്ഛൻ ഒന്നും പറയാതെ മുറിയിൽ നിന്നും പോയി. അതെ, അവൾ പറഞ്ഞതിലും കാര്യമുണ്ട്. ഉടനെ തന്നെ നമുക്ക് രണ്ടാൾക്കും കൂടെ പോയി അവൻ്റെ ജാതകം ഒന്ന് നോക്കിച്ചു വരാം, അമ്മ അച്ഛനോടായി പറഞ്ഞു. എന്നിട്ട് ബാക്കി നോക്കാം, അച്ഛനും പറഞ്ഞു. തൃപ്പങ്കോട്ട് തിരുമേനിയുടെ മന. ഇതാര്? കൃഷ്ണപ്രസാദോ? തിരുമേനി ചോദിച്ചു. ആ തിരുമേനി. കിങ്ങിണിക്കുട്ടി എവിടെ? വീട്ടിലുണ്ട്. എക്സാം തുടങ്ങുന്നതുകൊണ്ട് കുറച്ച് തിരക്കില ആള്. ചന്ദ്രപ്രസാദിൻ്റെ വിവാഹത്തിൻ്റെ അന്ന് കണ്ടതാ അവളെ. തിരുമേനി, ഞങ്ങൾ വന്നത് മനസ്സിലായി. അവൾക്ക് വേണ്ടി തന്നെ. അതേ തിരുമേനി. എന്താണെന്നറിയില്ല, മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥത. അത് തൻ്റെ മുഖത്തു നിന്ന് തന്നെ അറിയാൻ പറ്റുന്നു. തിരുമേനി, കിങ്ങിണിമളുടെ ജാതകം ഒന്ന് നോക്കണം. കഴിഞ്ഞ ദിവസം ഒരു അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് അവൾ രക്ഷപ്പെട്ടത്. ജാതകം എവിടെ? കൃഷ്ണപ്രസാദ് ജാതകം അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അദ്ദേഹം പ്രാർത്ഥിച്ച് കവട് നിരത്തി. കിങ്ങിണിയുടെ ജീവൻ ഇപ്പോൾ ആപത്തൊന്നുമില്ല. പക്ഷേ എന്താ തിരുമേനി? പക്ഷേ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ മരണം പോലും സംഭവിക്കാം. തിരുമേനി പറയുന്നത് കേട്ട് അദ്ദേഹം ഞെട്ടി വിയർത്തു. പേടിക്കണ്ട, നിലവിൽ അവൾക്ക് നല്ല സമയമാണ്. പക്ഷേ എന്താ തിരുമേനി? ഉടനെ കുട്ടിയുടെ വിവാഹം നടത്തണം. 19 കഴിഞ്ഞാൽ പിന്നെ നടത്താൻ പാടില്ല. നടന്നാൽ അത് മരണത്തിന് തുല്യമായുള്ള വിവാഹമായിരിക്കും. കുട്ടിയുടെ ജീവന് വരെ ആപത്തുണ്ടാവും. അതുമാത്രമല്ല, അവളുടെ ജാതകവുമായി നല്ല ചേർച്ചയുള്ളൊരു ജാതകവും ആയിരിക്കണം. നിർഭാഗ്യവശാൽ ഇതുപോലുള്ളൊരു ജാതകത്തിന് പറ്റിയൊരു എതിർജാതകം കണ്ടെത്തുക ദുഷ്കരം തന്നെ.
തിരുമേനി പറയുന്നതൊക്കെ കേട്ട് കൃഷ്ണപ്രസാദിൻ്റെ നെഞ്ചിൽ തീ ആളിക്കത്തി തുടങ്ങി. തിരുമേനി ഇത്രയും പെട്ടെന്ന് എങ്ങനെയാ? അവൾ അവൾ ചെറിയ കുട്ടിയല്ലേ? ആണ്. പക്ഷേ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല. ഇനി കൃഷ്ണപ്രസാദിന് ഇത് വിശ്വാസമില്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി ജാതകം നോക്കിക്കാം. അങ്ങനെയല്ല തിരുമേനി. ഇത്ര പെട്ടെന്ന് കിങ്ങിണി അവൾക്കൊരു ഭാര്യയാകുവാനും ഒരു മരുമകളാവാനും എന്നുള്ള പക്വതയായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവളെ ഞാൻ? മാത്രമല്ല എൻ്റെ കുട്ടിക്ക് ഡിഗ്രി ചെയ്യണമെന്നൊക്കെ ആഗ്രഹവുമുണ്ട്. അവളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും തകർത്ത് ഞാൻ എങ്ങനെയാണ് ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത്? താൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും. അവൾ കൊച്ചുകുട്ടി തന്നെയാണ്. ഒന്നും അവൾക്കറിയില്ല. എല്ലാം ഞാൻ സമ്മതിച്ചു. പക്ഷേ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ സ്ത്രീകളെക്കാൾ കഴിവുള്ള മറ്റാരും ഈ ഭൂമിയിലില്ല. തൻ്റെ ജീവിത സാഹചര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറാമെന്ന് പുരുഷന്മാരെക്കാൾ ഉത്തമ ബോധ്യമുള്ളവരാണ് സ്ത്രീകൾ. അത് ദൈവം അവർക്ക് മാത്രമായി കൊടുത്തൊരു കഴിവാണ്. അവൾ ജനിച്ചപ്പോൾ അവൾക്ക് എല്ലാത്തിനും നിങ്ങൾ വേണമായിരുന്നു. നടക്കാൻ പഠിപ്പിച്ചു നിങ്ങൾ അവളെ. അവൾ സ്വയം നടന്നു തുടങ്ങിയപ്പോൾ നിങ്ങളുടെ കൈ പിടിച്ചില്ല. ബാല്യം കഴിഞ്ഞ് കൗമാരത്തിൽ അവൾ എത്തിയപ്പോൾ അവളൊരു സ്ത്രീയും അമ്മയും ആകുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. ഇപ്പോഴും അത് തുടരുന്നു. അവൾ അതിനോടും പൊരുത്തപ്പെട്ടു. ഇനി അവൾ വിവാഹിതയാവും. അതിനോടും പൊരുത്തപ്പെടാൻ അവൾക്ക് കഴിയും. ഞാനിപ്പോൾ എന്താ ചെയ്യുക തിരുമേനി? മറ്റൊരു പരിഹാരവും ഇല്ലേ? ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഭാഗ്യപരീക്ഷണത്തിന് വിട്ടുകൊടുക്കുക. തിരുമേനിയുടെ വാക്കുകൾ കൊള്ളിയാൻ പോലെ കൃഷ്ണപ്രസാദിൻ്റെ നെഞ്ചിൽ തറച്ചു. ഇല്ല തിരുമേനി, എൻ്റെ മോളുടെ ജീവൻ വെച്ച് ഞാനൊരു ഭാഗ്യപരീക്ഷണം നടത്തില്ല. ലോകത്തിന് ഒരച്ഛനും അതിന് നൽകില്ല. ഇതിന് വിവാഹമാണ് പരിഹാരമെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ്. നല്ലത്. ഇനി എത്രയും വേഗം കിങ്ങിണിക്ക് ചേർന്നൊരു ജാതകം കണ്ടുപിടിക്കണം. അതത്ര എളുപ്പമല്ല. അതുകൊണ്ട് വീടിനടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിൽ ഒരു നെയ്വിളക്ക് വഴിപാടായി കിങ്ങിണിയുടെ പേരിൽ നടത്തണം. ബാക്കി പൂജകൾ ഞാൻ എവിടെ ഇരുന്ന് ചെയ്തോളാം. എന്തായാലും ദേവി ഒരു വഴി കട്ടിത്തരും. പിന്നെ കിങ്ങിണി ഇപ്പോൾ ഒന്നും അറിയണ്ട. എല്ലാം തീരുമാനമായതിനു ശേഷം കുട്ടി അറിഞ്ഞാൽ മതി. ശരി തിരുമേനി, എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. ആവട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ശരി. കൃഷ്ണപ്രസാദ് തിരുമേനിയുടെ യാത്ര പറഞ്ഞ് ചന്ദ്രപ്രസാദിനൊപ്പം വെള്ളാരം കുന്നിലേക്ക് യാത്ര തിരിച്ചു. അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ മകളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ആധിയുണ്ടായിരുന്നു. മനയുടെ പുറത്തു നിൽക്കുകയായിരുന്ന ചന്ദ്രപ്രസാദിനോട് വിവരങ്ങൾ കാറിലിരുന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു ധരിപ്പിച്ചു. എന്താ ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് ഒരു രൂപവും ഉണ്ടായിരുന്നില്ല. വിവാഹം നടത്താം, നമുക്ക് അവളുടെ ജീവൻ വെച്ച് ഒരു പരീക്ഷണം വേണ്ട. ചന്ദ്രപ്രസാദിൻ്റെ വാക്കുകൾ ഇടിവെട്ടിയ പോലെ മറ്റൊരാളുടെ മനസ്സിനെയാണ് ഉലച്ചു കളഞ്ഞത്. ചന്ദ്രപ്രസാദും കൃഷ്ണപ്രസാദും വൈകുന്നേരമാകാറായപ്പോൾ വീട്ടിലെത്തി. എന്തായി കിങ്ങിണിയുടെ അച്ഛ? തിരുമേനി എന്താ പറഞ്ഞത്? അമ്മ കിതച്ചുകൊണ്ട് ഓടി വന്ന് ചോദിച്ചു. എല്ലാം പറയാം. മോളെവിടെ? അവൾ കുളിക്കുക. നീ പോയി 2 ചായ എടുത്തു വെക്കുക. കൃഷ്ണപ്രസാദും ചന്ദ്രപ്രസാദും കാലുകഴുകി വീടിൻ്റെ അകത്തേക്ക് കയറി. ലളിത അവർക്ക് രണ്ടാൾക്കുമുള്ള ചായയുമായി വന്നു. ഏട്ടാ, തിരുമേനി എന്താ പറഞ്ഞത്? ശ്രീദേവി ചോദിച്ചു. കിങ്ങിണി മോളെ അവളുടെ അത് കൃഷ്ണപ്രസാദിൻ്റെ ഉള്ളിലെ തികട്ടി വരുന്ന വിങ്ങൽ മൂലം വാക്കുകൾ മുറിഞ്ഞു. എന്താ കിങ്ങിണിയുടെ അച്ഛാ? ഏട്ടത്തി, കിങ്ങിണിയുടെ ജാതകം തിരുമേനി നോക്കി. അവൾക്ക് ഇപ്പം നല്ല സമയം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താ? അത് ഏട്ടത്തി, എത്രയും വേഗം അവളുടെ വിവാഹം നടത്തണം. ഇല്ലെങ്കിൽ അത് അവൾക്ക് ദോഷമാണെന്നാണ് തിരുമേനി പറഞ്ഞത്. എന്താ ചന്ദ്രേട്ടി പറയുന്നേ? അവൾ കൊച്ചുകുട്ടിയല്ലേ. ഈ അറിവും വിവരമോളം നിങ്ങളിങ്ങനെ പറയാതെ, ശ്രീദേവി പറഞ്ഞു. ശ്രീദേവി, ഇത് ഏട്ടനും തിരുമേനിയോട് പറഞ്ഞതാണ്. പക്ഷേ ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല. അല്ലെങ്കിൽ ഒരു ഭാഗ്യപരീക്ഷത്തിന് കിങ്ങിണിമോളെ നമ്മൾ ഇട്ടുകൊടുക്കേണ്ടി വരും. അതിന് നമുക്ക് ആർക്കെങ്കിലും പറ്റുമോ? ചന്ദ്രനും കരച്ചിലിൻ്റെ വക്കോളം എത്തിയിരുന്നു. മറ്റൊരു വഴിയുമില്ലേ കിങ്ങിണിയുടെ അച്ഛ? ഇല്ല ലളിതേ, അവളുടെ ജാതകത്തിന് നന്നായി ചേരുന്ന ഒരു ജാതകം എത്രയും വേഗം കണ്ടെത്തണം. അതും അത്ര നിസ്സാരമല്ല. അതുകൊണ്ട് ഭഗവതിക്ക് നെയ്വിളക്ക് വഴിപാടായി നൽകാൻ പറഞ്ഞു തിരുമേനി. കിങ്ങിണിയുടെ അച്ഛ, നമ്മുടെ മോൾക്ക് ഒരു കുടുംബത്തിലെ മരുമക്കളും ഭാര്യയും എല്ലാം ആകുവാനുള്ളൊരു പക്വത അതിനായോ? മാത്രമല്ല അവൾക്ക് ഒരുപാട് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്നല്ലേ പറയുന്നേ? അവൾ സമ്മതിക്കുമോ? കിങ്ങിണി ഇപ്പോൾ ഒന്നും അറിയണ്ട. കാര്യങ്ങളൊന്ന് കരയ്ക്കെത്തുന്നവരെ അവൾ ഒന്നും അറിയരുത് എന്ന് തിരുമേനി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രൻ പറഞ്ഞു. അച്ഛാ, കിങ്ങിണി അച്ഛനെ കണ്ട് ഓടി വരുന്നത് കണ്ടപ്പോൾ എല്ലാവരും സംസാരം നിർത്തി. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? അമ്മ ചോദിച്ചു. ഞാൻ പഠിച്ചോളാം, ഇത്തിരി കഴിയട്ടെ. അച്ഛയും ചെറിയച്ഛനും എവിടെ പോയതായിരുന്നു?
കിങ്ങിണി അച്ഛൻ്റെയും ചെറിയച്ഛൻ്റെയും നടുക്ക് കയറി ഇരുന്നു കൊണ്ട് ചോദിച്ചു. അത് ഞങ്ങൾ കുറച്ച് വളം മേടിക്കാൻ ടൗണിൽ പോയതാ. എന്നിട്ട് എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ? അതിന് നീ വളം തിന്നുവോ? അമ്മ അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. ഈ അമ്മയ്ക്ക് എന്താ എപ്പോൾ നോക്കിയാലും വഴക്ക്? എന്നെ കെട്ടിച്ചു വിട്ട് കഴിയുമ്പോൾ അമ്മ ആരോട് വഴക്ക് കൂടും? കിങ്ങിണി കളിയായി ചോദിച്ചതാണെങ്കിലും എല്ലാവരുടെയും മുഖത്ത് ഒരല്പം ഞെട്ടലും പരിങ്ങലും പ്രകടമായിരുന്നു. ഇതെന്താ എല്ലാവരും ഇങ്ങനെ കുന്തം വിഴിഞ്ഞ പോലെ? ഞാൻ വെറുതെ പറഞ്ഞതാ. ഉടനെയൊന്നും എൻ്റെ ശല്യം ഇല്ലാതെയാക്കാമെന്ന് ആരും കരുതണ്ട. അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. നീ ഞങ്ങളുടെ പ്രാണനല്ലേ മോളെ, എങ്ങനെയാ നീ ഞങ്ങൾക്കൊരു ശല്യമാവുന്നേ? അച്ഛൻ മനസ്സിൽ ഏങ്ങി ഏങ്ങി പറഞ്ഞു. അത് മനസ്സിലായതും ചെറിയച്ഛൻ അവളോട് ചോദിച്ചു. അല്ല, ഇന്നത്തെ പരീക്ഷ എന്തായി? ജയിക്കുവോ അതോ മുട്ടയിടുവോ? മുട്ടയിടുന്നത് ചെറിയച്ഛൻ, ഞാൻ ജയിക്കും, നോക്കിക്കോ. എന്നിട്ട് ഡിഗ്രിക്ക് പോവും. എങ്ങാനും പൊട്ടിയാ നീ ഇപ്പം പറഞ്ഞില്ലേ അതുപോലെ തന്നെ കെട്ടിച്ചു വിടും. അയ്യടാ, ഇനി വന്നാലും മതി. അതെന്താടി? എന്നെ പതുക്കെ കെട്ടിച്ചാൽ മതി ചെറിയച്ഛാ. എനിക്കിങ്ങനെ എപ്പോഴും എൻ്റെ ചെറിയച്ഛൻ്റെയും അച്ഛയുടെയും ചെറിയമ്മയുടെയും അമ്മയുടെ കൂടെ കഴിഞ്ഞാൽ മതി. അച്ഛനെ വട്ടം ചുറ്റിപ്പിടിച്ച് അവൾ പറഞ്ഞപ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിപ്പോയി.